നമസ്തേ. ശബരിമല അയ്യപ്പനെ മാളികപ്പുറത്തമ്മയും അപമാനിക്കുന്ന തരത്തിൽ സണ്ണി എം കബിക്കാട് നടത്തിയ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഈ പരാമർശമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. അദ്ദേഹം തത്തുമൈ ന്യൂസിനോടും പ്രതികരിച്ചു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. സണ്ണി കബിക്കാടിന്റെ പ്രസ്താവന അങ്ങേറ്റം നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അയ്യപ്പ വിശ്വാസികളെ, കോടാനുകോടി അയ്യപ്പ വിശ്വാസികളെ വ്രണപ്പെടുത്തുകയും അയ്യപ്പനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇത്രയും നീചമായൊരു പ്രസ്താവന നടത്തി മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സണ്ണി കബിക്കാട് ഇതാദ്യമായിട്ടല്ല ഹിന്ദുമത വിശ്വാസങ്ങളെയും ഹിന്ദു മത വികാരങ്ങളെയും ഒക്കെ വ്രണപ്പെടുത്തുന്നത്. സണ്ണി കബിക്കാട് സ്ഥിരമായിട്ട് ജാതിയുടെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കി, ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ച് മുസ്ലിം മത തീവ്രവാദികളുടെ അറവുശാലയിലേക്ക് പാവപ്പെട്ട ദളിത് ഹിന്ദുക്കളെ ആട്ടിത്തെളിയിക്കുന്ന ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സണ്ണി കബിക്കാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പോയി ഹിന്ദുമതത്തെ അവഹേളിക്കുകയും ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സണ്ണി കബിക്കാട്. ആ സണ്ണി കബിക്കാട് ഇപ്പോ മലയാളം സർവകലാശാലയില് ഒരു പെൺകുട്ടിക്കുണ്ടായ ജാതി അധിക്ഷേപത്തിന്റെ ആരോപണത്തിന് ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടാണ് അയ്യപ്പൻ ഒരു ബലാത്സംഗ വീരനാണ് എന്ന രീതിയിൽ അങ്ങേറ്റം നിന്ദ്യമായ ഒരു പരാമർശം നടത്തിയത്. ഇത് മറ്റൊരു മതവിഭാഗത്തിന്റെ വിഷയത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യും, കേസെടുക്കും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ചോദ്യപേപ്പറിലെ ചോദ്യം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു അധ്യാപകനെതിരെ സർക്കാർ നടപടിയെടുത്തത്, അയാളെ സസ്പെൻഡ് ചെയ്തത്. ഇവിടെ ടി.ജി. മോഹൻദാസിനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ അത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് വളരെ ഊർജ്ജസ്വലമായി പെരുമാറുന്ന പോലീസ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ തരത്തിൽ പ്രസ്താവന നടത്തിയ സണ്ണി കബിക്കാടിനെ എതിരെ കേസെടുക്കാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറാവാത്തത്, കേരളത്തിലെ സർക്കാർ ഈ ഹിന്ദുക്കളെ എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം മത തീവ്രവാദികളുടെ അജണ്ടയ്ക്കോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനോ അനുസരിച്ചിട്ടാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് അടിവരയിട്ട് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത നടപടികൾ മുഴുവൻ ഇസ്ലാമിക മത തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ്. അത് PM ശ്രീ വിഷയമാകട്ടെ, അല്ലെങ്കിൽ സവർക്കറുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ എനിക്കെതിരെ എടുത്ത കേസാവട്ടെ, ഓരോ കേസും നമ്മൾ പരിശോധിക്കുമ്പോൾ മത തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി പെരുമാറുന്ന അല്ലെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ടാണ് ഈ ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ ഒരു തരത്തിൽ ഇത്രയും നീചമായ രീതിയിൽ വ്രണപ്പെടുത്തുകയും അയ്യപ്പനെ പോലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സാമൂഹ്യ സമത്വത്തിന്റെ സുന്ദരമായ ഒരു സങ്കല്പമായിട്ട് നിൽക്കുന്ന അയ്യപ്പനെ അവഹേളിക്കാൻ തക്ക രീതിയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിനോട് കണ്ണടച്ചിരിക്കുന്ന ഈ ഗവൺമെന്റും പോലീസും ഇവിടെ ഹിന്ദുക്കൾ രണ്ടാം തരം പൗരന്മാരായിട്ട് മാത്രം കാണപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ ജീവിക്കേണ്ടവരാണ് എന്ന ഒരു മനസ്ഥിതിയിലാണ് ഈ ഗവൺമെന്റും പ്രവർത്തിക്കുന്നതെന്ന് വേണം കാണാൻ. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്നു ഈ ഗവൺമെന്റ്. ഹിന്ദു സമൂഹം അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയൊക്കെ അടിച്ചമർത്തുന്നത്, അതിന് ഒരു തെല്ലും തെറ്റ് കാണാത്ത ഒരു ഗവൺമെന്റ്, അവരെ ഏത് വിധേനയും ആക്രമിക്കാം, അവരുടെ വിശ്വാസങ്ങളെ ഏത് തരത്തിലും ചവിട്ടിയരയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റും പോലീസും ആണ് ഇപ്പൊ കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് ഈ സമയം വരെ ഒരു നടപടിയും, ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ സണ്ണി കബിക്കാടിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടും ഇതുവരെ പോലീസ് ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാത്തതിലൂടെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഇന്നലെയോ അല്ല, കേരളത്തിൽ
ഇപ്പോ നമുക്കറിയാം ഈ ഇസ്ലാമിക താല്പര്യത്തിനാണ് കേരളത്തിലെ നീതിയും ന്യായവും ഒക്കെ ഒരു സംഘടിത വിഭാഗത്തിന് മാത്രം ലഭിച്ചാൽ മതി എന്നാണ്. നെക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പിനെതിരെ വരെ എഫ്ഐആർ ഇട്ട ഗവൺമെന്റ് ആണ് മുൻപ് ഭരിച്ചത്. അതേപോലെ നിരവധി കേസുകൾ, നിരവധി സന്ദർഭങ്ങളിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് ആവേശത്തോടെ അവർക്കെതിരെ കേസെടുക്കുന്ന, അവരെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്ന PC ജോർജിനെതിരെ കേസെടുത്തത് നമ്മുടെ മുമ്പിലുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലുള്ള കേസുകൾ എടുക്കുന്നത് എപ്പോഴും മറുഭാഗത്തെ ഇസ്ലാം വരുമ്പോഴാണ്. ഒരു മറുഭാഗത്ത് ഇസ്ലാം വരുമ്പോൾ ഈ സർക്കാരിന്റെ ആ പ്രവർത്തന മികവും അല്ലെങ്കിൽ ആവേശം, ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന കാര്യം വരുന്ന സമയത്ത് കാണിക്കുന്ന ഈ നിസ്സംഗത, ഇത് രണ്ടും താരതമ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് രണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യം. അതുകൊണ്ട് ഈ പ്രസ്താവന നടത്തിയത് തികച്ചും ദുരുദ്ദേശപരമാണ്, ആസൂത്രിതമാണ്. ഇത് മത തീവ്രവാദികളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇയാൾ പറയാറ്. സണ്ണി കബിക്കാട് നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും ഹിന്ദുക്കളെ അവഹേളിക്കാൻ നടത്തുന്ന പ്രസ്താവനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാറ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്പോൺസർഷിപ്പില് പ്രവർത്തിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സണ്ണി കബിക്കാട്. മത തീവ്രവാദികളുടെ കയ്യടിക്ക് വേണ്ടി, അവരുടെ ഏജന്റായിട്ട്, അവർക്ക് വേണ്ടിയാണ് ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനും ഹിന്ദുക്കളിലെ വലിയൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഇസ്ലാമിന്റെ ഭീകരവാദ കേന്ദ്രത്തിലേക്ക് ആനയിച്ച് അവരെ അറവുമൃഗങ്ങളെ പോലെ അവരെ ബലി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സണ്ണി കബിക്കാട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇത്തരം കാപട്യങ്ങളെ, ഇത്തരം ക്രിമിനലുകളെ അവരെ നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല എങ്കിൽ ഈ ഗവൺമെന്റ് വലിയ ഒരു തിരിച്ചടി അവർ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ ഹൈന്ദവ സമൂഹം, ആ നിലയ്ക്ക് വിശ്വാസി സമൂഹം, അയ്യപ്പ ഭക്തജന സമൂഹം ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശബരിമലയും അയ്യപ്പ വിശ്വാസവും കേരളത്തിന്റെ വിശ്വാസ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതികരണങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ആരോപണങ്ങളും മറുപടികളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഈ വാർത്ത ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.